എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +2 തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ 6ാമത്തെ അധ്യായം മറ്റു കമ്പോള രൂപങ്ങൾ. ഈ അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ പൂർണ്ണ മത്സര കമ്പോളം ഇതായിരുന്നു നമ്മൾ 5ാമത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നത്. അതായത് വ്യത്യസ്തങ്ങളായ കമ്പോളങ്ങൾ ഉണ്ട് എന്നും അതിൽ 1ാമത്തെ ഒരു കമ്പോളമായിരുന്നു പൂർണ്ണ മത്സര കമ്പോളം. എന്നാൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള മറ്റ് കമ്പോള രൂപങ്ങൾ എന്നതിൽ 3 തരത്തിലുള്ള കമ്പോളങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 1ാമത്തത് കുത്തക കമ്പോളം, അതുപോലെ കുത്തക മത്സര കമ്പോളം, അൽപാദീശത്വ കമ്പോളം, അതായത് ഒളിഗോപ്പൊളി. ഈ 3 കമ്പോളങ്ങളുടെയും സവിശേഷതകളും അതുപോലെ തന്നെ ഇവയുടെ ഡിമാൻഡ് കർവ്, അതിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നും, അതുപോലെ നാം നേരത്തെ പഠിച്ച പൂർണ്ണ മത്സര കമ്പോളവും അതുപോലെ ഈ 3 കമ്പോളങ്ങളെ കുറിച്ചുള്ള താരതമ്യ പഠനവുമാണ് ഈ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് കുത്തക കമ്പോളം, കുത്തക കമ്പോളത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം, 1 എന്ന അർത്ഥം വരുന്ന മോണോ എന്ന ഗ്രീക്ക് പദവും അതുപോലെ തന്നെ വിൽപ്പനക്കാരൻ എന്ന അർത്ഥം വരുന്ന പോളി എന്ന ഗ്രീക്ക് പദവും പാടെ കൂടിച്ചേർന്നുകൊണ്ടാണ് മൊണോപ്പൊളി എന്ന പദം, അതായത് കുത്തക എന്ന അർത്ഥം വരുന്ന പദം വരുന്നത്. മൊണോപ്പൊളി അതായത് കുത്തക. അപ്പൊ ഈ കുത്തക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ 1 രൂപയല്ലാത്ത മറ്റു നോട്ടുകളൊക്കെ അടിച്ചിറക്കുന്നത് റിസർവ് ബാങ്കാണ്. അതുപോലെ ഓരോ രാജ്യത്തിന്റെയും കറൻസികൾ അടിച്ചിറക്കുന്നത് അവിടെയുള്ള ദേശീയ ബാങ്കുകളാണ്. അപ്പോ അടിച്ചിറക്കാനുള്ള നോട്ടുകൾ അടിച്ചിറക്കാനുള്ള കുത്തക അവകാശം ഓരോ രാജ്യത്തിന്റെയും ദേശീയ ബാങ്കുകൾക്കാണ്. ഇതുപോലെ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, റെയിൽവേ എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കുത്തകയാണ്. അതുപോലെ തന്നെ KCB കേരള ഗവൺമെന്റിന്റെ കുത്തകയാണ്. അതുപോലെ വാട്ടർ അതോറിറ്റി കേരള ഗവൺമെന്റിന്റെ കുത്തകയാണ്. ഇങ്ങനെ കുത്തക എന്നുള്ളതിൽ നിന്ന് നമുക്ക്, ആ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഒരു വസ്തുവിന്റെ ഉൽപാദനം മുഴുവൻ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ കേന്ദ്രീകരിക്കുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പ്രതിസ്ഥാപന വസ്തുക്കൾ ഇല്ലാതിരിക്കുക. ഇത്തരത്തിലുള്ള കമ്പോളങ്ങളെയാണ് നമ്മൾ, കമ്പോള അവസ്ഥയെയാണ് നമ്മൾ മൊണോപ്പൊളി എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ അധ്യായത്തിൽ പൂർണ്ണ മത്സര കമ്പോളം അതിന്റെ 6 സവിശേഷതകൾ നമ്മൾ പഠിച്ചിരുന്നു. അത്തരത്തിലുള്ള കമ്പോളങ്ങൾ പ്രായോഗിക തലത്തിൽ ഉണ്ടാവുകയില്ല. എന്നാൽ കുത്തക എന്ന് പറയുന്ന ഈ സംവിധാനം നമുക്ക് സുപരിചിതമായ ഒരു കമ്പോളമാണ്. അപ്പൊ ഈ കുത്തക മത്സര കമ്പോളത്തിന്റെ, അതായത് കുത്തക കമ്പോളത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുത്തക കമ്പോളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സവിശേഷതകൾ നോക്കാം. 1, ഒരു ഉൽപ്പന്നത്തിന് ഒരു ഉൽപാദകൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു ഉൽപ്പന്നം, ആ ഉൽപാദകൻ മാത്രം ഉണ്ടാകുന്ന കമ്പോളം. 2ാമത്തത് നോക്കാം, ഉൽപ്പന്നത്തിന് അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കൾ ഉണ്ടായിരിക്കുകയില്ല. 3ാമത്തത്, ഉൽപ്പന്നത്തിന്റെ സപ്ലൈയിൽ പൂർണ്ണ നിയന്ത്രണം ഉൽപാദകനായിരിക്കും. 4ാമത്തത്, ഉൽപാദകൻ വില നിശ്ചയിക്കുന്നവനാണ്. നമ്മൾ പൂർണ്ണ മത്സര കമ്പോളത്തിൽ നമ്മൾ പറഞ്ഞു പ്രൈസ് ടേക്കർ, അതായത് വില സ്വീകരിക്കുന്നവൻ. എന്നാൽ മൊണോപ്പൊളിയിലെത്തുമ്പോൾ അത് വില നിശ്ചയിക്കുന്നവനാണ്, അതായത് പ്രൈസ് മേക്കർ ആണ്. നേരത്തെ ടേക്കർ ആയിരുന്നു പറഞ്ഞ്, ഇവിടെ പ്രൈസ് മേക്കർ ആണ്. ഇനി നോക്കാം, കമ്പോളത്തിൽ ആഗമന സ്വാതന്ത്ര്യമില്ല. നമ്മൾ പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു സവിശേഷതയായിരുന്നു പുറത്തു പോകുവാനും പ്രവേശിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എന്നാൽ മൊണോപ്പൊളിയിൽ പുറത്തു പോകാനോ അല്ലെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം ഒരു ഉൽപാദകൻ മാത്രമാണ് ഉള്ളത്. ഇനി നോക്കാം, ഒരു ഉൽപാദകൻ മാത്രമായതിനാൽ ഉൽപാദന യൂണിറ്റും വ്യവസായവും ഒന്ന് തന്നെയായിരിക്കും. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ആളും വിൽപ്പനക്കാരനൊക്കെ ഒരു സ്ഥാപനം മാത്രമായിരിക്കും. ഇങ്ങനെയുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്പോളത്തെയാണ് നമ്മൾ കുത്തക, അതായത് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഈ മൊണോപ്പൊളിയുടെ സവിശേഷതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പൂർണ്ണ മത്സര കമ്പോളത്തിലെ 6 സവിശേഷതകളും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കമ്പോളമാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മൊണോപ്പൊളി എന്ന് പറയുന്ന ഈ കമ്പോളത്തിന്റെ, കുത്തക കമ്പോളത്തിന്റെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം.
ഇനി നമുക്ക് കുത്തക കമ്പോളത്തിലെ ചോദന വക്രം, അതായത് ഡിമാൻഡ് കർവ്, അതിന്റെ സവിശേഷതകൾ നോക്കാം. നമുക്കറിയാം, ഒരു കമ്പോളത്തിൽ ഒരു ഉൽപാദകനാണ് ഉള്ളത് എങ്കിലും അദ്ദേഹം അമിതമായ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഉൽപ്പന്നത്തിന് അമിതമായ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കും. എന്നാൽ വില കുറച്ചു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ കൂടുതൽ വാങ്ങാനും ശ്രമിക്കും. അതായത് ഒരു കുത്തക കമ്പോളത്തിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, വില കൂട്ടിക്കഴിഞ്ഞാൽ വാങ്ങുന്ന ആളുകൾ, അതായത് ഉപഭോക്താക്കൾ വാങ്ങുന്ന അളവ് കുറക്കും, വില കുറച്ചു കഴിഞ്ഞാൽ വാങ്ങുന്ന അളവ് കൂട്ടും. അതായത് ഒരു കുത്തക കമ്പോളത്തിലെ ഒരു ഉൽപാദകൻ, ഒരു വിൽപ്പനക്കാരൻ, അദ്ദേഹം അമിതമായ വില ഈടാക്കാതിരുന്നാൽ അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിറ്റഴിക്കാൻ കഴിയും. അപ്പൊ ഈ കമ്പോളത്തിലെ ഡിമാൻഡ് കർവ് നമുക്ക് നോക്കാം. ഡിമാൻഡ് കർവ് ഇവിടെ പി എന്ന വിലയിൽ കമ്പോളം ചെയ്യുന്ന അളവ്, ഡിമാൻഡ് ചെയ്യുന്ന അളവ് ക്യൂ ആണ്. ഇതിൽ വില കൂട്ടിക്കഴിഞ്ഞാൽ P1 ആയി വില ഉയർത്തി കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് Q1 ആയി കുറയും. അതായത് വില കൂട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും, വില കുറച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. അതായത് ഒരു കുത്തക കമ്പോളത്തിലെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കും. ഇതിന് പ്രധാനപ്പെട്ട കാരണം, വില കൂടുമ്പോൾ ചോദനത്തിന്റെ അളവ് കുറയുന്നു, വില കുറയുമ്പോൾ ചോദനത്തിന്റെ അളവ് കൂടുന്നു. അപ്പം നേർ വിപരീതമായിട്ടാണ് ചോദനത്തിന്റെ അളവും വിലയും ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു ഡിമാൻഡ് കർവ്, കുത്തക കമ്പോളത്തിന്റെ ഡിമാൻഡ് കർവ്. ഇനി നമുക്ക് ഈ കുത്തക കമ്പോളത്തിലെ മൊത്ത വരുമാനവും അതുപോലെ തന്നെ ശരാശരി വരുമാനവും മാർജിനൽ വരുമാനവും, അതായത് ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ഇവ എന്തെന്ന് നമുക്ക് വിശദീകരിക്കാം. ഇനി നമുക്ക് കുത്തക കമ്പോളത്തിലെ മൊത്തം വരുമാനം, അതുപോലെ തന്നെ ശരാശരി വരുമാനം, അതുപോലെ മാർജിനൽ റവന്യൂ, അതായത് സീമാന്ത വരുമാനം, ഇത് നമ്മൾ ഉൽപാദനവും ചെലവും എന്ന 3ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇത് വിശദമായി ചർച്ച ചെയ്തതാണ്. ഏതായാലും എന്താണ് ടോട്ടൽ റവന്യൂ? ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ ഒരു ഉൽപാദന യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റഴിക്കുമ്പോൾ ലഭിക്കുന്ന ആകെ തുകയെയാണ് നമ്മൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു ഉൽപ്പന്നം കമ്പോളത്തിൽ വിറ്റഴിച്ചാൽ ലഭിക്കുന്ന വരുമാനം, അതിനെയാണ്, ആ തുകയെയാണ് നമ്മൾ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ആകെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിറ്റഴിച്ചാൽ കിട്ടുന്ന വരുമാനത്തെ നമുക്ക് ആകെ വരുമാനം എന്ന് പറയാം. അപ്പൊ ആകെ വരുമാനം, അതായത് ടോട്ടൽ റവന്യൂ. ഈ ടോട്ടൽ റവന്യൂ കിട്ടുന്നത് കമ്പോളത്തിലെ വസ്തുവിന്റെ വിലയെ നമ്മൾ പി എന്നും അതുപോലെ വിറ്റഴിക്കപ്പെടുന്ന അളവ് ക്യൂവുമായാൽ ഇത് രണ്ടും ഗുണിച്ചാൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഈ പട്ടിക ഒന്ന് പൂരിപ്പിച്ച് നോക്കാം. അപ്പൊ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പി 10 രൂപ, അതുപോലെ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നത്തിന് അളവ് 1 യൂണിറ്റ്. അപ്പൊ 10 × 1 10, 9 × 2 18, 8 × 3 24, 7 × 4 28, 6 × 5 30, 5 × 6 30, 4 × 7 28. അപ്പൊ ഇതാണ് ടോട്ടൽ റവന്യൂ. അതായത് ഈ വിലയെ അളവ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. ഇനി ആവറേജ് റവന്യൂ നോക്കാം. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവിനെ വിറ്റ അളവ് കൊണ്ട്, അതായത് ഉൽപ്പന്നത്തിന്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആവറേജ് റവന്യൂ കിട്ടും. അതായത് ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ബൈ ക്യൂ, അതായത് വിറ്റഴിക്കപ്പെടുന്ന ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള വരുമാനം, അതാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. വിറ്റഴിക്കപ്പെടുന്ന ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള വരുമാനം, അതിനെ നമ്മൾ ആവറേജ് റവന്യൂ, അതായത് AR. ഈ AR കണ്ടുപിടിക്കുന്നത് ടോട്ടൽ റവന്യൂവിനെ അതിന്റെ ഉൽപ്പന്നത്തിന്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം ആവറേജ് റവന്യൂ. ഇതാണ് വരുമാനം 10, വിറ്റഴിക്കപ്പെടുന്ന അളവ് 1. അപ്പൊ 10/1 10, 18/2 9, 24/3 8. ഇവിടെ നോക്കൂ, AR എന്ന് പറയുന്നത് വിലക്ക് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ 7 ആയതുകൊണ്ട് നമുക്ക് 7 കൊടുക്കുക, 6 ആയതുകൊണ്ട് 6, 5 4. അതായത് ഒരു കുത്തക കമ്പോളത്തിൽ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് വിലക്ക്
തുല്യമായിരിക്കും. ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് വിലക്ക് തുല്യമായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കാം നമുക്ക് TR സമം എന്ന് പറയുന്നത് PQ ആണ്. P എന്നുള്ളത് വില, Q എന്ന് പറയുന്നത് അളവ്. ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് TR കിട്ടും. അപ്പൊ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂവിനെ Q കൊണ്ട് ഹരിക്കലാണ്. ഇപ്പൊ ഇനി ഇവിടെ നോക്കാം ആവറേജ് റവന്യൂ സമം ഈ TR-ഉം PQ-ഉം തുല്യമാണ്. അപ്പൊ PQ എന്ന് ഇവിടെ കൊടുക്കാം. TR-ന്റെ സ്ഥാനത്ത് ഞാൻ PQ എന്ന് കൊടുത്തു. ഹരിക്കണം Q. ഇവിടെ Qവും Qവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P എന്ന് കിട്ടും. അതായത് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് Pക്ക് തുല്യമാണ്, അതായത് വിലക്ക് തുല്യമാണ്. അപ്പൊ ഇവിടെ കുത്തക കമ്പോളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് വിലക്ക് തുല്യമാണ്. അതായത് AR സമം P എന്നായിരിക്കും. AR സമം P. എന്നാൽ പൂർണ്ണ മത്സര കമ്പോളത്തിൽ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു വിലക്ക് തുല്യം തന്നെയാണ്. പക്ഷെ ആവറേജ് റവന്യൂ വിലക്ക് തുല്യമാണ്, അതുപോലെ തന്നെ MR-ഉം വിലക്ക് തുല്യമായിരിക്കും. ഇവിടെ നമുക്ക് MR മാറ്റം കാണും. ഇവിടെ നോക്കാം MR എന്ന് പറയുന്നത് നമുക്കറിയാം ആകെ വരുമാനത്തിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ MR എന്ന് പറയുന്നത്. ആകെ വരുമാനത്തിൽ വരുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ MR എന്ന് പറയുന്നത്. അപ്പൊ MR കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം ആകെ വരുമാനത്തിലുള്ള വ്യത്യാസം, അതായത് TR-നെ നമ്മൾ ഡെൽറ്റ Q കൊണ്ട് ഹരിക്കുന്നു, അതായത് അളവിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ ഇവിടെ അളവിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നോക്കൂ, എല്ലാം ഒന്നാണ് വ്യത്യാസം. അപ്പൊ നമുക്ക് TR-ലുള്ള വ്യത്യാസം എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ 10 ആണ്. അപ്പൊ ഇവിടുത്തെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് 10. ഇവിടെ 18 ആയിട്ടുണ്ട്. അപ്പം വ്യത്യാസം 8. ഇവിടെ വ്യത്യാസം 6. ഇവിടെ വ്യത്യാസം 4. ഇവിടെ വ്യത്യാസം 2. ഇവിടെ വ്യത്യാസം 0. ഇവിടെ വ്യത്യാസം -2. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, കുത്തക കമ്പോളത്തിൽ ആവറേജ് റവന്യൂ വിലക്ക് തുല്യമാണ്. എന്നാൽ മാർജിനൽ റവന്യൂ ഇവിടെ വിലക്ക് തുല്യമല്ല, വ്യത്യാസമുണ്ട്. അതായത് ആവറേജ് റവന്യൂവിനേക്കാളും മാർജിനൽ റവന്യൂ കുറവായിരിക്കും. ഇവിടെ നോക്കൂ 10, ഇവിടെ 10 തന്നെയാണെങ്കിലും ഇവിടെ 9, 8, 8, 6, 7, 4, 6, 2 ഇങ്ങനെ ആവറേജ് റവന്യൂ എന്ന് പറയും ആവറേജ് റവന്യൂവിനേക്കാൾ കുറവായിരിക്കും മാർജിനൽ റവന്യൂ. മാത്രമല്ല ഇവിടെ ടോട്ടൽ റവന്യൂ ഏറ്റവും കൂടുതലാകുന്ന സമയത്ത്, ഇവിടെ നോക്കൂ ഏറ്റവും കൂടുതലായിരിക്കുന്നത് 30 ആണ്. ഈ സമയത്ത് മാർജിനൽ റവന്യൂ 0-ന് തുല്യമായിരിക്കും. മാർജിനൽ റവന്യൂ 0 ആയിരിക്കും. ഇനി ടോട്ടൽ റവന്യൂ കുറയാൻ തുടങ്ങുമ്പോൾ മാർജിനൽ റവന്യൂ മൈനസിലേക്ക് എത്തുന്നു, അതായത് നെഗറ്റീവിലേക്ക് വരുന്നു. അപ്പൊ ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ കുത്തക കമ്പോളത്തിൽ നമ്മൾ കാണേണ്ടത്. എന്നാൽ പൂർണ്ണ കിടമത്സരത്തിൽ അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്കറിയാം ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും വിലയും തുല്യമായിരിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ വിലയിൽ മാറ്റമില്ല എന്നുള്ളതാണ്. കാരണം അവിടെ പ്രൈസ് ടേക്കർ ആണ്, അതായത് വില സ്വീകരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. അതുകൊണ്ട് വിലയും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും X അക്ഷത്തിന് തുല്യമായിരിക്കും. എന്നാൽ കുത്തക കമ്പോളത്തിൽ ആവറേജ് റവന്യൂ വിലക്ക് തുല്യമായിരിക്കും, മാർജിനൽ റവന്യൂ ആവറേജ് റവന്യൂവിന് താഴെയായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കുത്തക കമ്പോളത്തിന്റെ ഡിമാൻഡ് ഗ്രാഫ് എന്ന് പറയുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞു നിൽക്കുന്നു. ഇതാണ് ഡിമാൻഡ് ഗ്രാഫ്. ഈ ഡിമാൻഡ് ഗ്രാഫ് തന്നെയായിരിക്കും ആവറേജ് റവന്യൂ ഉണ്ടാവുക. കാരണം വിലയും ഈ ആവറേജ് റവന്യൂ തുല്യമായതുകൊണ്ട് ഈ ഡിമാൻഡ് ഗ്രാഫ് തന്നെയാണ് ആവറേജ് റവന്യൂ ഉണ്ടാവുക. മാത്രമല്ല ഇതിന്റെ മാർജിനൽ റവന്യൂ എന്ന് പറയുമ്പോൾ ആവറേജ് റവന്യൂവിനേക്കാളും താഴെയായിട്ട് നെഗറ്റീവിലേക്ക്, അതായത് ഇവിടെ പരമാവധി വിലയാവുമ്പോൾ, ഇപ്പൊ നമ്മൾ ഇതിന്റെ ടോട്ടൽ റവന്യൂ വരക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂ ഇങ്ങനെ മുകളിലോട്ട് വന്ന് സ്ഥിരമായി നിന്ന് പിന്നെ അത് താഴോട്ട് വരുന്നു. അപ്പൊ ഇതിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള സമയത്ത് ഇതിന്റെ മാർജിനൽ റവന്യൂ, ഇതാണ് മാർജിനൽ റവന്യൂവിന്റെ ഗ്രാഫ്, ഇത് 0-ലായിരിക്കും. ഇവിടെ ടോട്ടൽ റവന്യൂ താഴോട്ട് വരുമ്പോൾ ആവറേജ് റവന്യൂ നെഗറ്റീവിലേക്ക് വരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് ടോട്ടൽ റവന്യൂ. ഇതാണ് ഒരു കുത്തക കമ്പോളത്തിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഗ്രാഫ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ
വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണിത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് കുത്തക എന്താണ് എന്നും കുത്തകയുടെ സവിശേഷതകൾ എന്താണ് എന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ കുത്തക കമ്പോളത്തിന്റെ ഡിമാൻഡ് ഗ്രാഫും അതുപോലെ തന്നെ ആവറേജ് റവന്യൂ, ടോട്ടൽ റവന്യൂ, മാർജിനൽ റവന്യൂ ഇതിന്റെ സവിശേഷതകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.